ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല ഡിസംബർ 13 നടക്കും. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പൊങ്കാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പത്നി രാധികയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ചക്കുളത്തമ്മയ്ക്ക് മുന്നിൽ ഡിസംബർ 13 ഭക്തലക്ഷങ്ങൾ നിറമനസ്സുകളുമായി പൊങ്കാല അർപ്പിക്കും. 13 രാവിലെ 9:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പത്നി രാധിക സുരേഷ് ഗോപിയും ചേർന്ന് പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. പ്രമുഖ വ്യവസായി റെജി ചെറിയാൻ ചടങ്ങിൽ സംബന്ധിക്കും. മേൽശാന്തിമാരും ക്ഷേത്രം ട്രസ്റ്റിമാരുമായ ബ്രഹ്മശ്രീ അശോകൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ രഞ്ജിത് ബി നമ്പൂതിരി, ബ്രഹ്മശ്രീ ദുർഗാദത്ത നമ്പൂതിരി എന്നിവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകും. ലക്ഷക്കണക്കിന് ഭക്തർ ഈ വർഷത്തെ പൊങ്കാലയിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയും അഡ്മിനിസ്ട്രേറ്ററുമായ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി പറഞ്ഞു. 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുകയാണ്. ലോകമെമ്പാടും പുകഴ്പെട്ട ചക്കുളത്തുകാവ് അമ്മയുടെ നാമസങ്കീർത്തനങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമ്മയുടെ നാമമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ലക്ഷക്കണക്കിന് അമ്മമാര് ചക്കുളത്തമ്മയ്ക്ക് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അമ്മയോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവിധ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ച് അവരമ്മയ്ക്ക് മൺകലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നു. ഏതാണ്ട് 10-20 ലക്ഷം പേർക്കകം ലക്ഷത്തിലധികം പേര് ചക്കുളത്തുകാവിൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുവാൻ ഡിസംബർ 13 വെള്ളിയാഴ്ച കൂടുകയാണ്. ഏതാണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏതാണ്ട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പൊങ്കാലയോടനുബന്ധിച്ച് സർക്കാർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാവിധമായ സഹായങ്ങളും ഈ പൊങ്കാലയ്ക്ക് ലഭ്യമാണ്. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും ഗംഭീരമായിട്ട് തന്നെ ആഘോഷപൂർവ്വം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹായ സഹകരണങ്ങൾ പൊങ്കാലയ്ക്ക് ഉണ്ടാകുന്നതാണ്. ഭക്തോത്തമങ്ങളായ സ്ത്രീജനങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് പുത്തൻ കലങ്ങളിൽ പായസം, വെള്ള നിവേദ്യം തുടങ്ങിയ നിവേദ്യങ്ങൾ കാലമാക്കുന്ന വഴിപാടാണ് ചക്കുളത്തുകാവിലെ പൊങ്കാല. തുടർന്ന് പൂജാരി ആ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുകയും തുടർന്ന് ഭക്തർ അത് പരസ്പരം വിതരണം ചെയ്യുകയും ഭവനങ്ങളിൽ കൊണ്ടുപോയി ബന്ധുമിത്രാദികളുമായി ചേർന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ ഭക്തർ പൊങ്കാല അർപ്പിക്കുമ്പോൾ ആദിപരാശക്തിയായ അമ്മയും അവരിലൊരാളായി മാറുകയും അഷ്ടൈശ്വര്യ സ്വരൂപിണിയായി കുടികൊണ്ട് നരകദുരിത യാതനകൾ മാറ്റുകയും മഹാരോഗ നിവാരണിയായും മംഗല്യഭാഗ്യവും സന്താന സൗഭാഗ്യവും വിദ്യയും ബുദ്ധിയും ഉദ്യോഗാദി സമൃദ്ധിയും കുടുംബ ഐശ്വര്യവും ലഭിക്കുമെന്ന വിശ്വാസമാണ് പൊങ്കാലയ്ക്ക് പിന്നിലെ ഐതിഹ്യം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പൊങ്കാല ചക്കുളത്തുകാവിലമ്മയുടെ തിരുമ്പിലെ ഇടാവൂ എന്നുള്ളതുകൊണ്ട് ഓരോ വർഷവും ഭക്തലക്ഷങ്ങളാണ് ഇവിടെ പൊങ്കാല അർപ്പിച്ച് അനുഗ്രഹം വാങ്ങി മടങ്ങുന്നത്. ചക്കുളത്തുകാവിൽ നടക്കുന്ന പൊങ്കാല അതിപ്രധാനമാണെന്നും ഇതിനു പിന്നിൽ ചരിത്രപരമായ ഒരു കഥയുണ്ടെന്നും ക്ഷേത്രം മുഖ്യ കാര്യദർശി സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. കേരളത്തിലെ അതിപ്രധാനമായ പൊങ്കാലകളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലേത്. ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രപരമായ ഒരു ഭക്തിനിർഭരമായ കഥ ഉണ്ട്. ശ്രീ നാരദ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദിപരാശക്തിയായ വനദുർഗാദേവിയാണ് ചക്കുളത്തുകാവിലമ്മ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. വേടകുടുംബത്തിന് വിറക് ശേഖരിക്കുവാൻ വേടകുടുംബം എത്തുകയും അവർ കാരണം ചിതൽപ്പുറ്റുടച്ച് ആ ധന്യമായ ശിവലിംഗ രൂപത്തിലുള്ള വിഗ്രഹം ഭൂമിയിൽ നാട്ടി നിർത്തി അവർക്കായി ആരാധിക്കാൻ കൊടുക്കുകയും ആ ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന നാരദ മഹർഷി അവർക്കായി ഉപദേശം കൊടുത്തു. ഈ കാരണവശാൽ ഈ പ്രതിഷ്ഠവശാൽ ഈ പ്രപഞ്ചത്തിനാകെ നന്മയുണ്ടാകുകയും എല്ലാവിധ ഐശ്വര്യാദി സമൃദ്ധികൾ ലോകർക്കുണ്ടാകുകയും ചെയ്യുന്ന ഒരു വലിയ സങ്കല്പമാണ്. ഈ പ്രതിഷ്ഠ കിട്ടുവാൻ കാരണം തന്നെ നിങ്ങളുടെ പൂർവ്വകാല സുഹൃതത്തിൻ്റെ ഫലമായാണ്. പുണ്യം ചെയ്ത ആത്മാക്കളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിന് കാരണമായി തീർന്നത്. നിങ്ങൾ ദിവസവും അമ്മയെ കുളിപ്പിച്ച് അമ്മയ്ക്ക് ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറയുകയും അന്നുതൊട്ട് ഈ വേടകുടുംബം, വേടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവരന്ന് തൊട്ട് ദേവിയെ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്ന പോലെ നോക്കുന്നത് പോലെ
വളരെ ഭക്തി വാത്സല്യപൂർവം അമ്മയ്ക്ക് ആ കൃത്യസമയത്ത് ആഹാരം വെച്ചു കൊടുക്കുകയും അമ്മയെ പൂജയ്ക്ക് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ അവർ വിറക് ശേഖരിക്കുവാനായി വളരെ അകലത്തിൽ പോയി. സമയം പോയത് അവരറിഞ്ഞില്ല. അപ്പോഴാണ് വേടത്തി പറഞ്ഞത്, എൻ്റെ സമയം അതിക്രമിച്ച് സന്ധ്യയാകാൻ പോകുന്നു, അതുകൊണ്ട് അമ്മ ഇന്ന് പട്ടിണിയാണ്, എൻ്റെ അമ്മ ഇന്ന് ദുഃഖത്തിലാണ്. ആ താങ്ങാൻ വയ്യാത്ത ദുഃഖത്തോടുകൂടി വിഷമത്തോടുകൂടി ആ വേടകുടുംബവും എല്ലാം കൂടെ ഓടി അമ്മയുടെ അടുത്തോട്ട് വരികയാണ്. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ കാക്കിലോട്ട് വീണ് മാപ്പിരക്കുകയാണ്. ഇന്ന് അറിയാതെ സംഭവിച്ചു പോയതാണ്, ഞങ്ങൾ വിറക് ശേഖരിക്കാൻ പോയി, ഇന്ന് അമ്മയ്ക്ക് ആഹാരം തരാൻ മറന്നുപോയി, താമസിച്ചു പോയതുകൊണ്ട് അമ്മ ഇന്ന് പട്ടിണിയാണ്, അമ്മയ്ക്ക് വിശക്കുന്നുണ്ടാകും, ക്ഷമിക്കണം, ഞങ്ങൾ അറിയാതെ സംഭവിച്ചാണ്, മാപ്പ് തരണമെന്നും പറഞ്ഞു കരഞ്ഞ് അവർ സാഷ്ടാംഗം നമസ്കരിച്ച് ആഹാരം പാചകം ചെയ്യുന്നതൊക്കെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്, പുതിയ മൺകലങ്ങളിലാണ് ആഹാരം പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ആ ഭാഗത്ത് ഇവർ പാചകം ചെയ്യുന്ന ആ സ്ഥലത്ത് എല്ലാ കലങ്ങളിലും ആഹാരം പാചകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആര് ചെയ്തു എന്നവർ ചിന്തിച്ച് നിൽക്കുന്ന മാത്രയിൽ സർവനിയാമിയായ പരാശക്തിയായ ദേവി ചക്കുളത്തമ്മ അവരുടെ അടുത്ത് വന്ന് പറയുകയുണ്ടായി, ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട, കാപട്യമില്ലാത്ത നിഷ്കാമമായ ഭക്തിയിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനാണ് ഈ ആഹാരം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരുമിച്ചിരുന്ന് ഈ ആഹാരം കഴിക്കാം, നിങ്ങളെല്ലാം ഇരിക്കണം, ഞാൻ നിങ്ങൾക്കായിട്ട് വിളമ്പിത്തരാവുന്നതുകൊണ്ട് അവർക്ക് ആഹാരം വിളമ്പിക്കൊടുത്ത് ദേവി അവരോട് ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച ഓർമ്മയെ നിലനിർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ആഘോഷിക്കുന്നത്. 13 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. തോമസ് കെ. തോമസ് എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. വിശിഷ്ടാതിഥിയായിരിക്കും. മുഖ്യ കാര്യദർശി സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകരും. ഡിസംബർ 6 മുതൽ കാർത്തിക പൊങ്കാലയ്ക്കുള്ള ചടങ്ങുകൾ ക്ഷേത്ര സന്നിധിയിൽ ആരംഭിക്കും. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, മറ്റ് വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണിക്ക് മൂലകുടുംബ ക്ഷേത്ര നടയിൽ പൊങ്കാല വിളംബരത്തിന്റെ ഭാഗമായി നിലവറ ദീപം തെളിയിക്കൽ നടക്കും. തുടർന്ന് പൊങ്കാല വിളംബരത്തിന്റെ ഉദ്ഘാടനം നടക്കും. ഡിസംബർ 8 വൈകിട്ട് 5:30 കാർത്തിക സ്തംഭം ഉയർത്തൽ ചടങ്ങ് നടക്കും. തിന്മയുടെ പ്രതീകമായ കാർത്തിക സ്തംഭം കത്തിയിൽ ചക്കുളത്തുകാവിലെ മറ്റൊരു പ്രത്യേകതയാണ്. വളരെ പൊക്കമുള്ള തൂണിൽ അനേകം വാഴക്കച്ചിയും തണുങ്ങും പൊതിഞ്ഞുകെട്ടി പഴയ ഓലകളും ഇലിഞ്ഞിത്തൂപ്പും പടക്കവും പഴയ ഉടയാടകളും കെട്ടിത്തൂക്കി തയ്യാറാക്കുന്ന സ്തംഭമാണ് ചക്കുളത്തുകാവിലെ കാർത്തിക സ്തംഭം. നാട്ടിലെ സകല പാപങ്ങളും കാർത്തിക സ്തംഭത്തിലേക്ക് ആവാഹിക്കുകയും സന്ധ്യയാകുന്നതോടുകൂടി ദേവി നടപ്പന്തിലേക്ക് എഴുന്നള്ളിച്ച് കിഴക്കോട്ട് അഭിമുഖമായി ഇരുത്തി ദേവിയുടെ സാന്നിധ്യത്തിൽ കാർത്തിക സ്തംഭം എരിഞ്ഞമരുകയും ചെയ്യും.